അമ്മേ നാരായണ. ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നിജസല്ലാപ മാധുര്യ വിനിർപത്സിത കച്ചപി. ദേവിയുടെ സംസാരത്തിൻ്റെ മാധുര്യത്തെ പറ്റിയാണ് ഇനി വർണ്ണിക്കുന്നത്. കച്ചപി എന്നാൽ സരസ്വതി ദേവിയുടെ വീണ. ആ വീണയിൽ നിന്ന് പുറപ്പെടുന്ന നാദം അതെത്രത്തോളം മധുരമായിരിക്കും. അതിനോട് കിടപിടിക്കുന്ന, അതിനോട് തർക്കിക്കുന്ന വിധത്തിലുള്ള ശബ്ദ മാധുരിയാണ് ദേവിക്കുള്ളത് അത്രേ. ഇനി നോക്കാം. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. ദേവിയുടെ മന്ദസ്മിതം നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ്. ദേവി സ്മിതമുഖിയായി ഏറ്റവും ശാന്തസ്വരൂപിണിയായിട്ടാണ് ഇരിക്കുന്നത്. ദേവിയുടെ മന്ദസ്മിതത്തിൻ്റെ പ്രകാശം അത് സാക്ഷാൽ കാമേശ്വരനെ, സാക്ഷാൽ പരമേശ്വരനെ പോലും മയക്കുന്നതാണ്. അപ്പോൾ ദേവിയുടെ ചിരി ഈ ലോകത്തുള്ള സകലതിനെയും ഭ്രമിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത. ദേവിയുടെ ചിബുകഭാഗം, താടിയുടെ ഭംഗിയാണ് ഇനി നമ്മൾ വർണ്ണിക്കാൻ പോകുന്നത്. അതിനെ, ആ താടി ഭാഗത്തെ ഒന്നിനോടും ഉപമിക്കുക സാധ്യമല്ല. അനന്യസദൃശം എന്ന് പറയൂലേ, മറ്റൊന്നിനോടും ഉപമിക്കാനാവാത്ത വിധം ഭംഗിയുള്ളതിനെയാണ് അനന്യസദൃശം എന്ന് പറയാം. അപ്പോൾ ദേവിയുടെ താടിയെല്ല് അനാകലിത സാദൃശ്യമാണ്, ഒന്നിനോടും ഉപമിക്കുക സാധ്യമല്ല. ഇനി നോക്കൂ. കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ദര. ദേവിയുടെ കഴുത്തിൽ അങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നത് എന്താണ്? ദേവിയുടെ കന്ധര, കഴുത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാമേശ്വരൻ, പരമേശ്വരൻ ചാർത്തിയിട്ടുള്ള മംഗൾ സൂത്രയാണ് ദേവിയുടെ കഴുത്തിൽ അങ്ങനെ ശോഭിച്ച് നിൽക്കുന്നത്. കനകാംഗത കേയൂര കമനീയ ഭുജാന്യുത. ഈ ദേവിയുടെ ഭുജങ്ങളിൽ, കൈകളിൽ ചാർത്തിയിട്ടുള്ള ആഭരണങ്ങളെ പറ്റി നമുക്ക് നോക്കാം. കനകം കൊണ്ട് നിർമ്മിച്ച അംഗതവും കേയൂരവുമാണ് ദേവി കൈകളിൽ അണിഞ്ഞിട്ടുള്ള 2 ആഭരണങ്ങൾ. ആ 2 ആഭരണങ്ങളും തീർച്ചയായിട്ടും ദേവിയുടെ കൈകളുടെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഇനി ദേവിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം എന്താണെന്ന് നമുക്ക് നോക്കാം. രത്നഗ്രൈവേയ ചിന്താക ലോലമുക്ത ഫലാന്വിത. നമ്മളിപ്പോൾ ചോക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാലയൊക്കെ ഉണ്ടല്ലേ, അതുപോലെ കഴുത്തിലിങ്ങനെ കയറ്റി വളരെ ചേർത്ത് അണിയുന്ന ഒരു ആഭരണമാണ് ഗ്രൈവേയം. ആ ഗ്രൈവേയത്തിൻ്റെ അതിനോട് ചേർന്ന് അതിൽ നിന്ന് ഒരു ഞാത്തിയിട്ടിരിക്കുന്ന ഒരു പതക്കം, അതാണ് ചിന്താകം. ആ ചിന്താകത്തിൽ നിറയെ രത്നങ്ങളും മണികളും എല്ലാം പതിപ്പിച്ചിരിക്കുന്നു. അത് ദേവിയുടെ കഴുത്തിൻ്റെ ശോഭ, കഴുത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇനിയുള്ള 2 വരി വളരെ റൊമാൻറ്റിക്കാണ്. കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്തനി. കാമേശ്വരൻ, സാക്ഷാൽ പരമേശ്വരൻ തൻ്റെ പത്നിയായിട്ടുള്ള ദേവിക്ക് തൻ്റെ പ്രണയം ഒരു മണിയുടെ രൂപത്തിൽ നൽകുമ്പോൾ ദേവി അദ്ദേഹത്തിന് പകരമായി നൽകുന്നത് രത്നരൂപത്തിലുള്ള തൻ്റെ സ്തനങ്ങളെയാണ്. അപ്പോൾ ദേവിയുടെ നിറഞ്ഞ് കവിയുന്ന തൻ്റെ പ്രണയമാണ് ദേവിക്ക് സ്തനരൂപത്തിലുള്ളത് എന്നാണ് വർണ്ണന. നാഭ്യാലവാല രോമാളി ലതാഫല കുജദ്വയി. ഇനി ദേവിയുടെ നാഭിച്ചുഴിയിൽ നിന്ന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന രോമങ്ങളുടെ ആ കൂട്ടത്തെ ഒരു ലതയായി, ഒരു വള്ളിച്ചെടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ വള്ളിച്ചെടിയിൽ നിന്ന്
വളർന്നു നിൽക്കുന്ന ആ വള്ളിച്ചെടിയിൽ ഉണ്ടായിട്ടുള്ള 2 ഫലങ്ങളാണത്രേ ദേവിയുടെ സ്തനങ്ങൾ. ഇനിയുള്ള വരി നോക്കൂ. ലക്ഷ്യരോമ ലതാധാരത സമുന്നേയ മധ്യമ. നമ്മളിപ്പോൾ ബ്യൂട്ടി സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന സൈസ് 0 ആ ഒരു ഫിഗറാണ് ദേവിയുടേത് എന്നാണ് പറയുന്നത്. ദേവിയുടെ അരക്കെട്ട് വളരെ ഒതുങ്ങിയതാണ്. അത് അവിടെ ഉണ്ടോ എന്ന് ഊഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ആ രോമങ്ങളുടെ, ആ രോമലതയുടെ ലക്ഷ്യം അതിങ്ങനെ വയറിലേക്ക് ഇറങ്ങേണ്ടതാണല്ലോ സാധാരണ സ്ത്രീകളിൽ. അപ്പോൾ ആ രോമലതയുടെ ലക്ഷ്യം, അങ്ങനെ ഒരു ലക്ഷ്യം ഈ വയറാണ്, ആ മധ്യഭാഗമാണ് എന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന വിധത്തിൽ ഒതുങ്ങിയതാണ് ദേവിയുടെ അരക്കെട്ട്. സ്തനഭാര ദലന്മധ്യ പട്ടബന്ധ വലിത്രയ. ഇനി ആ സ്തനങ്ങളുടെ ഭാരം, സ്തനങ്ങളാകട്ടെ വളരെ വലുതാണ്, അരക്കെട്ട് തീരെ ഒതുങ്ങിയതും. അപ്പോൾ ആ സ്തനങ്ങളുടെ ഭാരത്തെ താങ്ങാനാവാതെ കെട്ടി നിർത്തിയിരിക്കുന്നത് പോലെ ദേവിക്ക് വയറിന് ചുറ്റും 3 മടക്കുകൾ, 3 വരകളുണ്ട് എന്നാണ് ഭാവന. അരുണാരുണ കൗസുംബ വസ്ത്രഭാസ്വത് കടീതടി. ഇനി ദേവിയുടെ വസ്ത്രം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, പീതവസ്ത്രധാരിയാണ് ദേവി. തിളങ്ങുന്ന, ശോഭയാർന്ന, സ്വർണത്തെ പോലെ തിളങ്ങുന്ന മഞ്ഞ വസ്ത്രം ധരിച്ച ദേവിയാണ് നമ്മളവിടെ വാഴ്ത്തിയത്. ഇവിടെ ചുവന്ന അരുണവർണ്ണത്തിലുള്ള, കടും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ദേവി. ആ കടും ചുവപ്പ് നിറം, ആ വസ്ത്രത്തിൻ്റെ ശോഭ ദേവിയുടെ കടീഭാഗം, ദേവിയുടെ അരക്കെട്ടിനുള്ള ആ തിളക്കം കൂട്ടുന്നു. അരുണാരുണ കൗസുംബ വസ്ത്രഭാസ്വത് കടീതടി. അരുണ നിറത്തിലുള്ള, കടും ചുവപ്പ് നിറത്തിലുള്ള ആ വസ്ത്രം ദേവിയുടെ അരക്കെട്ടിൻ്റെ തിളക്കം ഒന്നുകൂടെ കൂട്ടുന്നു.